മോട്ടോർ വാഹന വകുപ്പിലെ ഫയലുകൾ തീർപ്പാക്കാൻ ഏകീകൃത സംവിധാനം നിലവിൽ വന്നു. തിരക്കും ജോലിഭാരവും അധികമായ RTO ഓഫീസുകളിലെ അപേക്ഷകൾ തിരക്ക് കുറവുള്ള ഓഫീസുകളിലേക്ക് മാറ്റും. സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കാണ് അപേക്ഷകളുടെ കൈമാറ്റം. തിരുവനന്തപുരത്തെ RTO ഓഫീസിലെ തിരക്കല്ല ഇടുക്കിയിലോ ചടയമംഗലത്തോ. താരതമ്യേന കുറവായിരിക്കും, മാറ്റങ്ങൾ ഉണ്ടാകും. ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനും പരാതികൾ, അപേക്ഷകൾ പെട്ടെന്ന് പരിഹരിക്കാനുമാണ് പുതിയ സംവിധാനം. ഓരോ RTO ഓഫീസുകളിലും എത്തുന്ന അപേക്ഷകൾ സോഫ്റ്റ്വെയർ വിലയിരുത്തും. കൂടുതൽ അപേക്ഷകൾ തീർപ്പാക്കാൻ കെട്ടിക്കിടക്കുന്ന ഇടത്തുനിന്ന് സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ തന്നെ തരം തിരിച്ചു മാറ്റും. വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈസി ആക്കാൻ ഒരു ഓഫീസിൽ കൂടുതൽ ലോഡ് ആണെങ്കിൽ മറ്റേ ലോഡ് ഇല്ലാത്ത ഓഫീസസിലോട്ട് അപ്ലിക്കേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പണി ഫാസ്റ്റ് ചെയ്യാനും അപ്പോൾ അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഫാസ്റ്റ് ആവും. വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റൽ, പേര്, വിലാസം എന്നിവ തിരുത്തൽ തുടങ്ങിയ 5 കാര്യങ്ങളാണ് ഏകീകൃത സംവിധാനം വഴി നടപ്പാക്കുന്നത്. ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ റാൻഡമൈസ് ചെയ്ത ആപ്ലിക്കേഷൻസ് ആദ്യം തുടങ്ങിയത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അനോണിമൈസേഷൻ ആണ്. ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഒരു ഓഫീസിൽ കൊടുത്താൽ ആരാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് ആർക്കും അറിയത്തില്ല. RTO ഓഫീസുകളിൽ ഉണ്ടാകുന്ന കൈക്കൂലിയും അഴിമതിയും അവസാനിപ്പിക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ ആധാർ വിവരങ്ങൾ, മൊബൈൽ നമ്പർ എല്ലാം ചേർക്കും. ഇതോടുകൂടി കൂടുതൽ സർവീസുകൾ ഏകീകൃത സംവിധാനത്തിന് കീഴിലാക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന് കണക്കൂട്ടൽ. ജീവനക്കാരുടെ ക്ഷാമത്തിൽ വലയുന്ന മോട്ടോർ വാഹന വകുപ്പിന് ഇത് കൂടുതൽ സഹായകമാകും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.